ഗുഡ് ഈവനിങ് ഡേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയത്ത് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. നിഫ്റ്റി അങ്ങനെ ഇന്ന് ഫ്ലാറ്റായി നെഗറ്റീവായ രീതിയിൽ ക്ലോസ് ചെയ്തു. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിൽ 200 പോയിന്റിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ ഇൻഡെക്സ് ഹെവി വെയിറ്റ് ബാങ്കുകളായിട്ടുള്ള HDFCയും ICICI ബാങ്കും ശക്തമായ പിന്തുണ നൽകിയിരുന്നു. ഇന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മളിന്ന് മാർക്കറ്റിൽ കണ്ടത്. നിഫ്റ്റിയിൽ ഏകദേശം 30ഓളം സ്റ്റോക്കുകൾ റെഡിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിൽ പെർഫോമൻസ് നടത്തിയ സ്റ്റോക്കുകൾ നോക്കാം. എറ്റേണൽ 10%, HDFC ലൈഫ് 1.46%, ടൈറ്റാൻ, ഹിൻഡൽകോ, ഭാരത് ഇലക്ട്രിക്സ് കമ്പനീസാണ് ഇന്ന് മികച്ച പ്രകടനം വച്ചിട്ടുള്ളത്. ശ്രീറാം ഫിനാൻസ്, ഐഷർ മോട്ടേഴ്സ്, അദാനി പോർട്ട്, ടാറ്റ മോട്ടേഴ്സ്, ജിയോ ഫിനാൻസ് തുടങ്ങിയ കമ്പനീസിൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും 2%-ന് മുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഏറ്റവും ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, 25,182 ഹൈ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇന്നത്തെ ഇൻട്രാഡേ ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 148ഓളം പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തിയതിനു ശേഷം പതിയെ മാർക്കറ്റ് റിക്കവറിക്ക് വേണ്ടി ശ്രമിച്ചു. അത് അവസാനം 25,064 ക്ലോസ് നടത്തി. ഇന്നത്തെ മാർക്കറ്റിൻ്റെ പ്രത്യേകത, ഇന്ന് ഒരിക്കൽ പോലും മാർക്കറ്റ് 25,000 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് താഴെ പോയിട്ടില്ല എന്നുള്ളതാണ്. അതായത് 25,000 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ടും സെയിം ടൈം ഒരു റെസിസ്റ്റൻസ് സോണായിട്ടൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ SML, ഇസൂസു എല്ലാം തന്നെ ഇന്ന് 10% അടുത്ത് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. SML, ഇസൂസുവിൻ്റെ എല്ലാം തന്നെ പുതിയ അവരുടെ ട്രക്ക് മോഡൽ വാഹനം ഇപ്പോൾ നല്ല ജനപിന്തുണ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ സിമെൻറ്റും പോസിറ്റീവ് ആയിട്ടുള്ളൊരു കമൻട്രിയുടെ ഭാഗമെന്നോണം മിഡ് ക്യാപ്പിൽ നിന്നും ഇന്ത്യ സിമെൻറ്റ് പോസിറ്റീവിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. പേടിഎമ്മിൻ്റെ റിസൾട്ട് ഇന്ന് വന്നു. പേടിഎമ്മിൻ്റെ ബെറ്റർ റിസൾട്ടാണ്. റിസൾട്ടിന് മുമ്പ് തന്നെ സ്റ്റോക്ക് ഇന്ന് 4%-ൻ്റെ ഒരു റാലി കണ്ടു. സി എൻ്റർടൈൻമെൻറ്റ് സ്റ്റോക്ക് ഇന്ന് 6%-ൻ്റെ ഒരു ഫോൾ ഉണ്ടായിരുന്നു. ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ ഡിക്ലൈൻ ആയതാണ് സി എൻ്റർടൈൻമെൻറ്റ് സ്റ്റോക്ക് ഇന്ന് ഫോൾ ആവാനായിട്ട് കാരണം. അതുപോലെ നോക്കിരിയുടെ എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സായിട്ടുള്ള ഇൻഫോ എഡ്ജ് കമ്പനി, അവരും Q1 റിസൾട്ടിന് ശേഷം ഒരു പോസിറ്റീവായ രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് കമ്പനീസ് ആയിട്ടുള്ള ഏഞ്ചൽ വൺ എല്ലാം തന്നെ ഇന്ന് 4%-ൻ്റെ റാലി കണ്ടു. കാരണം സെബി ജെയിൻ സ്ട്രീറ്റിന് ഉപാധികളോടെ ആണെങ്കിൽ കൂടിയും മാർക്കറ്റിൽ വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം വീണ്ടും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചുള്ളൊരു വൺ ലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഈ യുഎസിലെ ട്രഷറി സെക്രട്ടറി, അദ്ദേഹം വളരെ അടുത്ത് തന്നെ എല്ലാ രാജ്യങ്ങളായിട്ടുള്ള ഈ ട്രേഡ് ഡീലെല്ലാം തന്നെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുമെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി തന്നെ യൂറോപ്യൻ യൂണിയനും US തമ്മിൽ ഇപ്പോൾ ട്രേഡ് ഡിസഗ്രിമെൻ്റ് ആണ് ഉള്ളത്. 15% താരിഫാണ് ഇരു രാജ്യങ്ങളും സംബന്ധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്. അതുപോലെ തന്നെ ഈ ജെറോം പവലിൻ്റെ സ്പീച്ച് ഇന്ന് ഇന്ത്യൻ സമയം 7 മണിയോടെ കൂടിയിട്ട് അതിൻ്റെ ഔട്ട്കം എല്ലാം തന്നെ വരും. അപ്പോൾ ഈ ഒരു അൺസർട്ടനിറ്റി, താരിഫ് അൺസർട്ടനിറ്റി, എസ്പെഷ്യലി യൂറോപ്യൻ യൂണിയനും US-ഉമായിട്ടുള്ളൊരു ഡിസഗ്രിമെൻ്റ് എല്ലാം തന്നെ ഇപ്പോൾ ഗ്ലോബലി നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഗ്ലോബലി കാണാൻ സാധിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാം. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. 3ഉം ട്രേഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഡാക്സ്, ജർമ്മൻ മാർക്കറ്റെല്ലാം തന്നെ 1%-ൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഫ്രാൻസും UK മാർക്കറ്റും ഇടിവിൽ തന്നെയാണുള്ളത്. ഇന്ത്യ വിക്സ് ഇന്ന് 4.28%-ൻ്റെ ഫോൾ ഉണ്ടായി. 10.72 എന്ന നിലയിലാണ് ഇന്ത്യ വിക്സിൻ്റെ നിൽപ്പ്. അതായത് പ്രീമിയം എല്ലാം തന്നെ അൾട്രാ ലോയിലെ ആയിട്ടുണ്ട്. ഡോ ഫ്യൂച്ചർ കാണാം 41 പോയിന്റ് നെഗറ്റീവാണ്. ജപ്പാനും കൊറിയയും ഇടിവിൽ തന്നെ വ്യാപാരം അവസാനിപ്പിച്ചു. ചൈനയും ഓസ്ട്രേലിയയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഗോൾഡ് $3,395 പെർ ഔൺസ് ആയിട്ട് ടോപ്പിൽ നിന്ന് മൂന്നാമത് കാണാം. ബ്രെന്റ് ഓയിൽ $68 പെർ ബാരൽ. ബിറ്റ്കോയിൻ ഒരു 1000 പോയിന്റ് സ്പൈക്ക് ചെയ്ത് 1,19,000 എന്ന നിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഗ്ലോബൽ മാർക്കറ്റ് കണ്ട പോലെ തന്നെ ആ ഒരു ട്രേഡ് ഡീലിൻ്റെ എല്ലാം തന്നെ ആ ഒരു നെഗറ്റിവിറ്റി യൂറോപ്യൻ മാർക്കറ്റിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറിലും എല്ലാം തന്നെ കൃത്യമായ രീതിയിൽ വിസിബിളാണ്. അപ്പോൾ US-ലെ റവന്യൂ ട്രഷറി സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ വളരെ വെരി സൂൺ തന്നെ അവരുടെ ട്രേഡ് ഡീലുകളെല്ലാം തന്നെ അനൗൺസ് ചെയ്യും. ഇന്ത്യയായിട്ട് ഉൾപ്പെടെയുള്ള അവസാന റൗണ്ട് ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ അതും അനൗൺസ് ചെയ്യും. അത് മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ആ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയിരിക്കും സ്വാഭാവികമായിട്ടും. ഒരു രാജ്യങ്ങളും ഇത് അംഗീകരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി മാർക്കറ്റിൽ ഇപ്പോൾ വിസിബിളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിഫ്റ്റി 25,000 മറികടന്ന് പോകാതെ 25,000 ഹോൾഡ് ചെയ്ത്, എന്നാൽ FIs അതിതീവ്രമായ നെഗറ്റീവായ ഒരു
പെർസ്പെക്റ്റീവിലല്ല ഇന്ത്യൻ മാർക്കറ്റിനെ അവർ പരിഗണിക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ FIs 2 ദിവസം അവർ ബയേഴ്സായിരുന്നു. അവർ നെഗറ്റീവ് ആണെങ്കിൽ അവർ മിന്നും പിന്നും നോക്കാതെ സെല്ല് ചെയ്യുന്ന ആളുകളാണ് FIs. അപ്പോൾ അവർ എല്ലാ ദിവസവും ഒന്നും തന്നെ സെല്ല് ചെയ്തിട്ടില്ല, 2 ദിവസം തന്നെ ബൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിഫ്റ്റി 25,000 പൊട്ടാതെ ഇങ്ങനെ നിൽക്കുന്നത്. മുകളിലേക്ക് കയറി പോകാനായിട്ട് ഉള്ള തക്കവണ്ണമുള്ള പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. ഇപ്പോൾ ബയേഴ്സ് എല്ലാം തന്നെ പേഷ്യൻസ് ഇല്ലാതെ, ഒരു ബ്രേക്കൗട്ട് ഇല്ലാതെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ട്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പായിട്ട് ITR ഫയൽ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് തന്നെ ITR ഫയൽ ചെയ്യുക. കാരണം നമുക്കുണ്ടാവുന്ന ട്രേഡിംഗ് ലോസുകൾ അടുത്ത തവണ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അത് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇനി കൃത്യമായിട്ട് 3 വർഷത്തൊക്കെ ITR ഫയൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊരു ലീഗൽ ഡോക്യുമെൻ്റാണ്. പുറത്തേക്ക് പഠിക്കാനോ ജോലിക്കോ അല്ലെങ്കിൽ ലോൺ ആവശ്യത്തിനോ എല്ലാം തന്നെ പോകുമ്പോൾ ഇത് വാലിഡ് ഡോക്യുമെൻ്റാണ്. അപ്പോൾ ITR ഫയൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ഗൂഗിൾ ഷീറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങളെ ഡീറ്റെയിൽ കൊടുക്കുക. ടാക്സ് കൺസൾട്ടൻറ്റ് നിങ്ങളെ വിളിക്കും. സംശയം ചോദിക്കാനായിട്ട് ഫില്ല് ചെയ്ത് ദയവായിട്ട് ITR ഫയൽ ചെയ്യണം എന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ മാത്രം ഫില്ല് ചെയ്യുക. ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ എന്നല്ല, വാർത്തകൾ മാത്രമാണ്. അതിനു മുമ്പ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ അതുപോലെയുള്ള കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് ഇപ്പോൾ വിളിക്കാം. സ്റ്റോക്കുകളുടെ വാർത്തയിലേക്ക് പോകുമ്പോൾ ഡിക്സൺ ടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിളായി 280 കോടി രൂപ, റവന്യൂ 95% ഒരു വളർച്ച കൈവരിച്ചു. M&M ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ 3.2% സ്പൈക്ക് രേഖപ്പെടുത്തി 530 കോടി രൂപ. കജരിയ സെറാമിക് കമ്പനി അവർ നെറ്റ് പ്രോഫിറ്റ് 109 കോടി രൂപ, അതായത് 90 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ഉയർത്തി. സെൻസാർ ടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 15% ഉയർന്ന് 182 കോടി രൂപ കരസ്ഥമാക്കി. സെർബിയയിൽ അവർ പുതിയ എൻറ്റിറ്റി കമ്പനി ആരംഭിക്കുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. SML ഇസൂസു നെറ്റ് പ്രോഫിറ്റ് 44% ഉയർന്നു 846 കോടി രൂപ കരസ്ഥമാക്കി. സൈൻഡ് DLM കമ്പനി നെറ്റ് പ്രോഫിറ്റ് 29% ഫോൾ ആയിട്ടുണ്ടെന്നുള്ള ന്യൂസ്. കോൾഗേറ്റ് പാമോലീവ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 12% ഡിക്ലൈൻ ആണ് ഉണ്ടായിട്ടുള്ളത്, 321 കോടി രൂപയാണ്. നെറ്റ് സെയിലും 4% കുറഞ്ഞു. ഗ്രീൻലം ഇൻഡസ്ട്രീസ് കമ്പനി 1247 കോടി രൂപ ആന്ധ്രാപ്രദേശിൽ അവരുടെ പുതിയ പ്ലാന്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. രാജ് ഗ്ലോബൽ വയർ കമ്പനി അവർ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 15% വോളിയം ഗ്രോത്ത് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ക്രിസിൽ റേറ്റിംഗ് ഏജൻസിയാണ് നെറ്റ് പ്രോഫിറ്റ് 14% ഉയർന്ന് 171 കോടി രൂപ കരസ്ഥമാക്കി. ഷ്യാം മെറ്റാലിക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 6% ഉയർന്നു. കൂടാതെ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. കമ്പനി 4500 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. യൂനോമിൻഡ കമ്പനി വിയറ്റ്നാമിലുള്ള ഒരു EV കമ്പനിനെ അക്യൂർ ചെയ്തു. JSW ഇൻഫ്ര കമ്പനി 290 കോടി രൂപയിൽ നിന്ന് 385 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കൂടാതെ തന്നെ ഇവരുടെ ലോജിസ്റ്റിക് സെക്ടർ ഇവർ റവന്യൂ ഫോർകാസ്റ്റ് ഹൈ പൊട്ടൻഷ്യലായിട്ട് കമ്പനി എയിം ചെയ്തിട്ടുണ്ട്. KE ഇൻഡസ്ട്രീസ് 150 കോടി രൂപയിൽ നിന്ന് 196 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. Paytm കഴിഞ്ഞ തവണ 540 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇത്തവണ 123 കോടി രൂപ പ്രോഫിറ്റാണ്. ONGC കമ്പനി അവർ സുഡാൻ ഗവൺമെൻറ്റായിട്ട് 5000 കോടി രൂപയുടെ ഒരു പുതിയ പ്രൊജക്റ്റ് സൈൻ ചെയ്തു. പ്രസ്റ്റീജ് കമ്പനി അപ്പെക്സ് റിയാലിറ്റീനെ അക്യൂർ ചെയ്തു. BST ഇൻഡസ്ട്രീസ് കമ്പനി സിഗരറ്റ് കമ്പനിയാണ്, 53 കോടി രൂപയിൽ നിന്ന് 56 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഗുഡ് ലക്ക് ഇന്ത്യ പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട് 34 നിന്ന് 40, പക്ഷേ സ്റ്റോക്കിൽ നിന്ന് നല്ല സെല്ലിംഗ് പ്രഷർ കണ്ടു. വക്രാങ്കെ കമ്പനി അവർ ശ്രീരാം ജനറൽ ഇൻഷുറൻസ് കമ്പനീനെ ആയിട്ട് പുതിയ ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. VIP ക്ലോത്തിങ് കമ്പനി എറ്റേണലിൻ്റെ തന്നെ ബ്ലിങ്കിറ്റ് എന്ന് പറയുന്ന അവരുടെ സബ്സിഡിയറി ഉണ്ട്, അപ്പോൾ അവരായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. അപ്പോൾ ബ്ലിങ്കിറ്റ് എല്ലാം തന്നെ കൊച്ചിയിൽ ഇപ്പോൾ വളരെയധികം ഫേമസ് ആണ്. ഇപ്പോൾ എറ്റേണലിൻ്റെ തന്നെ സബ്സിഡിയറിയാണ്. അപ്പോൾ ഒരേ സമയം തന്നെ ഒരേ കാറ്റഗറി ബിസിനസ് 2 കമ്പനിയായിട്ടൊക്കെ കമ്പനി കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ വാങ്ങുന്ന കൊക്കക്കോള, പെപ്സി, മിനറൽ വാട്ടർ എല്ലാം തന്നെ ഒറ്റ കമ്പനി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അങ്ങനെ ഒരു ബിസിനസ് മോഡലാണ് ഇപ്പോൾ വലിയ വലിയ കമ്പനീസ് എല്ലാം തന്നെ ചെയ്യുന്നത്. എനിവേ നാളെ രാവിലെ 7 പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭ രാത്രി നേരുന്നു. താങ്ക് യു ഓൾ.